ചരിത്രപ്പഴമയും ഐതിഹ്യ പെരുമയും നിറഞ്ഞ തിരുനാവായ, സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികളുടെ സംഗമസ്ഥാനമെന്ന മാഹാത്മ്യം ഉയർത്തിപ്പിടിക്കുന്ന തിരുനാവായ, പിതൃതർപ്പണ പുണ്യത്തിൻ്റെ വൈശിഷ്ട്യങ്ങളും ചരിത്രമാമാങ്കങ്ങളുടെ യാഥാർത്ഥ്യങ്ങളും ചുഴ്ന്നു നിൽക്കുന്ന
நல்லதுன்னு சொன்னாங்க. இதே மாதிரி ராமேஸ்வரத்தில் இருக்குது தமிழ்நாட்டிலேயே. அதை விட்டால் கேரளாவில் திருநாவபாயா அந்த இடத்துல நல்ல திதி கொடுக்கறது ரொம்ப நல்லதுன்னு சொன்னாங்க. அதுக்காக நாங்கள் எல்லோரும் இங்கே வந்திருக்கிறோம். திதினா அந்த இறந்தவர்களுடைய திதி അത് കൊടുക്കறதுக்காக വന്നിരിக்கிறோം. പരശുരാമൻ ക്ഷത്രിയ നിഗ്രഹങ്ങളൊക്കെ ധാരാളം നടത്തി ഒരു യാഗം തുടങ്ങാൻ വേണ്ടി മനസമാധാനം കിട്ടാത്ത ഒരു അവസ്ഥയിൽ പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ ബലിതർപ്പണം നടത്തിയിട്ട് മോക്ഷം വരാത്ത സാഹചര്യത്തിൽ തിരുനാവായ വന്ന് കുളിച്ച് ബലിയിട്ട് മനഃശാന്തി വീണ്ടെടുത്ത് യാഗം പൂർത്തീകരിച്ചു. തർപ്പണം രാവിലെ 5 മണി മുതൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 14ഓളം കർമ്മികളുണ്ട്. താമസിക്കാനുള്ള സൗകര്യം അതുപോലെ തന്നെ രാവിലത്തെ ഭക്ഷണം എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും ബലിയുണ്ട്. കർക്കിടകവാവ്, തുലാവാവ്, കുംഭവാവ്, വൈശാഖവാവ് തുടങ്ങിയ പ്രധാനപ്പെട്ട വാവുകൾക്ക് 10,000-കണക്കിന് ആളുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിന് പുറത്തു നിന്നും ഇവിടെ എത്തുക പതിവുണ്ട്. ഉത്സവം വിഷുവിൻ്റെ തലേം ദിവസം കൊടികേറി 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ ഉത്സവം. മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം അങ്ങനെ വലിയ വലിയ ആൾക്കാരുടെയൊക്കെ ചിതാഭസ്മം ഒഴുക്കിയുള്ള സ്ഥലമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. പിന്നെ എൻ്റെ ചേച്ചിയുടെയൊക്കെ ശ്രാദ്ധത്തിന് ഇവിടെ വന്നിട്ടുണ്ട്. ബലിയിടാനെല്ലാം വരാറുണ്ട്. വളരെ നല്ല മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും ഇവിടെ ചെയ്താൽ. തൃപ്തിയുണ്ട്. നവാമുകുന്ദൻ്റെ പ്രതിഷ്ഠയാണ്. നവയുഗളൻ ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു കോടാക്കരെ, ഇവിടെ മഹാവിഷ്ണു നവാമുകുന്ദൻ. അതാണ് നവയുഗകളുടെ പ്രതിഷ്ഠ, നവാമുകുന്ദൻ എന്നറിയപ്പെടുന്നത്. ഇവിടുത്തെ കർമ്മങ്ങൾ ചെയ്യാൻ മരിച്ച 16, 41 സംവത്സരം, ക്ഷേത്രപിണ്ഡം, ശ്രാദ്ധം
വയസ്സായി. 51 വർഷമായി. അപ്പോൾ എത്ര വയസ്സിൽ തുടങ്ങി? 24 വയസ്സ്. 75 വയസ്സായി. അപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ നേരത്തെ? വൈദ്യശാല ഉണ്ടായിരുന്നു. വൈദ്യശാല. പിന്നെ അത് വേണ്ടത് 24 വയസ്സിൽ 2-3 കൊല്ലക്കാരുടെ നോർത്ത് ഇന്ത്യ ഒക്കെ കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് കുറച്ച് 74 മുതൽ 89 വരെ വൈദ്യശാല ഉണ്ടായിരുന്നു. പിന്നെ 90 മുടക്കൊണ്ട് വിട്ടു. പിന്നെ വീണ്ടും പിന്നെ അമ്പലങ്ങളിൽ വൈദ്യം അറിയാമോ? അത് മറന്നുപോയോ? കുറേ ചെയ്യാറുണ്ടോ? വേണമെങ്കിൽ ചെയ്യും. പല എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് ഏജൻസി ആയിരുന്നു, സൈക്കാട്രി മസിൻ്റെ PTMൻ്റെ ഏജൻസി ആയിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സന്യാസത്തിലേക്ക് വരാൻ? ഭഗവാന്റെ നിശ്ചയം. 24 വയസ്സിൽ ബോംബെക്ക് പോയതാണ് ജോലി ചെയ്യാൻ വേണ്ടി. സ്വർണ്ണക്കടയിൽ ജോലി ഉണ്ടായിരുന്നു. അവർക്ക് മദ്രാസിൽ പോയി, മദ്രാസിൽ നിന്ന് ബോംബെക്ക് വിട്ടു. ഇവിടെ സ്ഥിരം ഇരിക്കുവാണ് ഇങ്ങനെ? ആ, ഇപ്പോൾ ജോലി കഴിഞ്ഞാൽ റൂമിൽ പോകും. റൂം എടുത്തിട്ടുണ്ട് പുറമെ. എവിടെ എടുത്തിരിക്കുന്നത്? ഈ മാവേലിയുടെ നേരെ ഓപ്പോസിറ്റ്. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ. അപ്പോൾ ഇവിടെ മറ്റേ റൂമും മറ്റ് ചിലവ് കാര്യങ്ങൾക്കൊക്കെ എങ്ങനെ ആരെങ്കിലും തരും? റൂമിൻ്റെ വാടക തുടങ്ങിയ കാര്യം? 1500 പെൻഷനുണ്ട്. വാർദ്ധക്യകാല പെൻഷൻ പെൻഷനുണ്ട്. നവംബർ മാസം 1 കൊല്ലമായി. പിന്നെ ആരെങ്കിലൊക്കെ തരും. ബന്ധുമിത്രാദികൾ എല്ലാവരും ഉണ്ട്. ജ്യേഷ്ഠന്മാരൊക്കെ ആയിട്ട് ബന്ധമുണ്ടോ? ഇല്ല. ഇല്ല. ഇടയ്ക്ക് നാട്ടിലെ 2-3 അമ്പലങ്ങളുണ്ട്, അവിടെ പോവും. എപ്പോഴൊക്കെ എന്നാ ഒരു അന്യൻ്റെ വീട്ടിൽ പോകും, കുറച്ച് നേരം ഇരുന്നിട്ട് പോകും. സമൂഹത്തിൽ ചുറ്റുപാടുമുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടണമെന്ന് തോന്നാറില്ലേ? ഇല്ല, ഒന്നിലും ഇടപെടാറില്ല. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് സഞ്ചാരങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് അല്ലേ? എവിടെയൊക്കെ പോയി? നേപ്പാൾ വരെ പോയി. നേപ്പാൾ പോയി. കാശി, ഹരിദ്വാർ, ഋഷികേശ്, കേദാർ, ബദ്രി, ആന്ധ്ര, കർണാടകം, തമിഴ്നാട് എല്ലാ സ്ഥലവും കിട്ടി. 27 വയസ്സ് പോലെ യാത്ര തുടങ്ങി. ഇന്ത്യയിലെ ഒരുവിധപ്പെട്ട പുണ്യ കൈലാസം കോളേജിൽ പോയതാണ്. നേപ്പാൾ വരെ പറ്റിയത്. പിന്നെ മഴ നേപ്പാൾ വന്നു. അത് 2004. ഇനി എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഒന്നുമില്ല, ഇനി ഇവിടെ തന്നെ. 2006 മുതൽ കേരളം മുഴുവൻ കഴിച്ചു. തിരുപ്പത്തൂർ വരെ പോയി വന്നു. ഇഷ്ടംപോലെ യാത്രകളെല്ലാം സുഖമായി. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അന്ന് കുറേ കഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമായി. ഇന്നിപ്പോൾ എന്ത് ഗുണം അനുഭവിക്കേണ്ടത്? നാട്ടിലൊന്ന് കല്യാണം ആലോചിച്ചു, വേണ്ടെന്ന് പറഞ്ഞു. ഒറ്റ ദിവസം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ 28 വീട്ടിൽ പെണ്ണാണ്. 28 വീട്ടിൽ പെണ്ണ് കണ്ടു. പിന്നെന്താ കല്യാണം വേണ്ടാന്ന്? വേണ്ട തോന്നുന്നു. പ്രണയിച്ചോ ആരെങ്കിലും? ഇല്ലില്ല. അല്ല, എന്നാലും 10-25 വയസ്സ് ഒരു പ്രണയം പൂത്തുലയുന്ന പ്രായത്തിലാണ് കാവ്യ കൊടുക്കുന്നത്. പക്ഷെ അതിന് മുമ്പ് ഭഗവാനോട് അടുപ്പം തുടങ്ങിയതാ. തുടങ്ങി അല്ലേ? ആരെങ്കിലും അങ്ങോട്ട് പ്രണയിച്ചോ പെൺകുട്ടികൾ? അതുണ്ടായിരിക്കാം, ആരും പറഞ്ഞില്ല. അതിപ്പോഴുണ്ട്. ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും ഇങ്ങോട്ട് പ്രണയിക്കുന്നുണ്ട്. ക്ഷേത്ര ദർശനത്തിനായെത്തിയ ന്യൂഡൽഹിയിൽ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ ഡയറക്ടറായി പ്രവർത്തിച്ച് വിരമിച്ച രാംദാസ് മേനോനെ ഞങ്ങൾ ഇവിടെ കണ്ടു. എനിക്ക് മാത്രമല്ല മോക്ഷ വേണ്ടത്. വി ഓൾ നീഡ് മോക്ഷ ഇൻ കേസ് if we has to attain our next life peacefully with lot of devotion towards the Lord. ഞാൻ ഫസ്റ്റ് ടൈം അല്ല വരുന്നത്. ഞാൻ 5-6 പ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതേ കൂടെ പോകുമ്പോഴും തൊഴാനും ഭഗവാന്റെ ദർശനത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്തെല്ലാം ഞാൻ ഈ സുന്ദരമായ സ്ഥലത്തെ പറ്റി ആലോചിക്കും. There are very few places in the world where divinity joins with nature's beauty and you go satisfied as a devotee, as a tourist, as a bhakta. This has its own importance, and I don't think the government is doing enough to uplift this particular place. മഹാവിഷ്ണു, മഹാലക്ഷ്മി, ഗണപതി എന്നിവയാണ് ക്ഷേത്രത്തിനുള്ളിലുള്ള ദേവന്മാർ. മഹാവിഷ്ണു, മഹാലക്ഷ്മി കൂടി ഒരുമിച്ചുള്ള ഒരു ക്ഷേത്രം, തൊട്ടടുത്തുള്ളൊരു ക്ഷേത്രം നമ്മളെ കേരളത്തിൽ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ മംഗല്യ സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടും സന്താന സൗഭാഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് വഴിപാടുകൾക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാണ്. തമിഴ് ആഴ്വരുടെ ദിവ്യപ്രബന്ധത്തിൽ ഈ 108
വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായിട്ടാണ് ഈ ക്ഷേത്രത്തെ കാണുന്നത്. ദർശന പ്രാധാന്യം ധാരാളമുള്ള ഈ ക്ഷേത്രത്തിൽ ധാരാളം തമിഴ് വൈഷ്ണവ ഭക്തർ എത്തിപ്പെടാറുണ്ട്. കൂടാതെ ചരിത്രപരമായി മാമാങ്കവുമായി ബന്ധപ്പെട്ട ഒരു നാട് എന്നുള്ള നിലയിൽ